ആകാത്ത വേലക്കാരുടെ കൈവെപ്പ് ബന്ധനങ്ങൾ കൊണ്ടുവരുന്നു. അത് വളരെ ശക്തിയുള്ളതായ ഒരു കാര്യമാണ്. ഹാൻഡ് ലേയിങ്, കൈവെപ്പ്. പഴയ നിയമത്തിലെ അങ്ങനെയാണ്. മോശ യോശുവയുടെ മേൽ കൈവച്ചു, അവൻ ഞാൻ ആത്മാപൂർണനായി തീർന്നു. സോ പല കൈവെപ്പുകൾ തിരുവചനത്തിൽ കാണുവാൻ തൊക്കെ കഴിയും. നിറഞ്ഞ ഡാമിൽ നിന്ന് താഴ്വരയിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ സ്തോത്രം, കൃപയുള്ള, അഭിഷേകമുള്ള, ശുശ്രൂഷയുള്ള, അവസാനം ഞാൻ പറയട്ടെ, ജീവിതമുള്ള ഒരു ദൈവദാസൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവിടെ റിലീസ് ചെയ്യപ്പെടുന്നതായ ഒരു ദൈവകൃപയുണ്ട്. അത് സംശയമില്ലാത്തതായ കാര്യം. അതിൻ്റെ പേര് ഇമ്പാർട്ടേഷൻ, ആത്മപകർച്ച എന്ന് പറയും. പക്ഷേ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, കൃപയുള്ള ദൈവദാസന്മാർ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ആ കൃപാവരത്തിൻ്റെ ഒരു അഗ്നി നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ ജ്വലിപ്പാൻ ഇടയായിത്തീരുന്നു. എന്നാൽ കൃപയില്ലാത്തവൻ, ജീവിതമില്ലാത്തവൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ഉള്ള തീ പോലെ കെട്ടുപോകുന്നു. നിങ്ങൾക്ക് ചിലർക്ക് ആ അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നവൻ്റെ മീറ്റിങ്ങിന് പോയി അതോടെ പ്രാർത്ഥന ജീവിതം സ്തോത്രം താഴേക്ക് പോയി. ഇന്നവൻ്റെ യോഗത്തിന് പോയി പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇന്ന പുള്ളി എൻ്റെ തലമേൽ കൈവച്ചു, എനിക്കൊരു ഉത്സാഹമില്ല. ഒരു വല്ലാത്ത ഡാർക്ക് ക്ലൗഡ്, ഇരുണ്ട മേഘം എൻ്റെ ചുറ്റും സ്തോത്രം ഇതാ കിടക്കുന്നു. ഒരു ദൈവമുള്ള ഒരു മീറ്റിങ്ങിന് കയറിയാൽ മങ്ങിക്കത്തുന്നവനായി നീ കയറി ആളിക്കത്തുന്നവനായിട്ടാണ് പുറത്തിറങ്ങുന്നത്.